Morning, students. In the last class, we discussed Lagrange's theorem. Now we are looking for its illustration. ആ തിയറത്തിൽ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. S3 എന്നുള്ള ഗ്രൂപ്പ് നമ്മൾ പഠിച്ചതാണല്ലോ. 6 എലമെന്റ്സ് ഉള്ള നോൺ അബീലിയൻ ഗ്രൂപ്പാണ്. അതിന്റെ 1, 2, 3 ജനറേറ്റഡ് എന്നുള്ള സബ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് 1, 1, 2, 3, 1, 3, 2 ഈ 3 എലമെന്റ്സ് ആണ് അതിനകത്തുള്ളത്. ഇതിന്റെ ഓർഡർ 3 ആണ്. ഗ്രൂപ്പിന്റെ ഓർഡർ 6 ആണ്. 3 ഡിവൈഡ്സ് 6. അപ്പോൾ ലഗ്രാഞ്ചസ് തിയറം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ലഗ്രാഞ്ചസ് തിയറത്തിൽ പറഞ്ഞ ഈ സബ് ഗ്രൂപ്പ് വെച്ച് കിട്ടുന്ന ആ കോൺഫ്ലുവൻസ് ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരെണ്ണം എച്ച് തന്നെ, പിന്നെ S3യിലുള്ള ബാക്കി ഇതിൽ വരാത്ത എലമെന്റ്സ്, അതായത് 1, 2, 1, 3, 2, 3 ഇതാണ് രണ്ടാമത്തെ കോൺഫ്ലുവൻസ് ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ S3നെ ഇവിടെ 2 കോൺഫ്ലുവൻസ് ക്ലാസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. സോ നമ്മളുടെ S3യുടെ ഓർഡർ ആയ 6 is equal to ഇതിനകത്ത് 3 എലമെന്റ്സ് 2 ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് S3നെ. അപ്പോൾ 3 into 2 6 equal to 3 into 2 എന്ന് പറയുന്ന ഇക്വേഷൻ. അതാണ് നമ്മുടെ തിയറത്തിൽ പറഞ്ഞ കോൺഫ്ലുവൻസ് ക്ലാസ്സുകൾ. ആൻഡ് ഇപ്പൊ K എന്നുള്ളത് നമ്മൾ 1, 2 ജനറേറ്റഡ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിനകത്ത് 1, 1, 2 ഈ 2 എലമെന്റ്സ് ആണ് വരുന്നത്. ആൻഡ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്ന ബാക്കിയുള്ള ഇക്വലൻസ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് 1, 2, 3, 2, 3, 1, 3, 2, 1, 3 എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് അതിന്റെ ഒരു ഇലിസ്ട്രേഷൻ പോലെ പറഞ്ഞു തന്നല്ലോ. ഇനി അടുത്തത് ഇതിന്റെ കൊറോളറികളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാത്രമായിട്ടൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യത്തെ കൊറോളറി, let G be a finite group of order n for any a element of G, order of a is a divisor of n. നമ്മൾ തിയറത്തിൽ ലഗ്രാഞ്ചസ് തിയറത്തിൽ പറയുന്നത് സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു എലമെന്റിന്റെ ഓർഡർ ആ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും a raised to n is equal to e എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഗ്രൂപ്പിന്റെ ഓർഡർ n ആണെങ്കിൽ ഏത് എലമെന്റ് എ എടുത്തു കഴിഞ്ഞാലും എ റേസ്ഡ് ആ n പവർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എപ്പോഴും ഐഡന്റിറ്റി ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓർഡർ ഓഫ് എ ഡിവൈഡ്സ് n എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മുൻപുള്ള തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എ എന്നുള്ള എലമെന്റിന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എ ജനറേറ്റർ എന്ന് പറഞ്ഞ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണെന്ന്. ആൻഡ് ലഗ്രാഞ്ചസ് തിയറി പ്രകാരം ജിയുടെ ഏത് സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ജിയുടെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ എ ജനറേറ്റർ എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ആണ്. അതിന്റെ ഓർഡർ ജിയുടെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. അതായത് ഓർഡർ ഓഫ് എ ഡിവൈഡ്സ് കേർണാലിറ്റി ഓഫ് ജി എന്ന് കിട്ടും. ഇനി അടുത്തത് എ റേസ്ഡ് n ഈക്വൽ ടു ഇ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എയുടെ ശരിക്കുള്ള ഓർഡർ m ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മുൻപിലത്തെ ആ തിയറം പ്രകാരം നമ്മൾ മുൻപ് ഒരു 3 കണ്ടീഷനായിട്ട് പ്രൂവ് ചെയ്ത തിയറം പ്രകാരം ഗ്രൂപ്പിന്റെ ഓർഡർ n ആയതുകൊണ്ട് n ഈക്വൽ ടു m q എന്ന് എഴുതാം. എ റേസ്ഡ് n കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ റേസ്ഡ് m q ഈക്വൽ ടു എ റേസ്ഡ് m ഹോൾ റേസ്ഡ് q എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ. കാരണം എ റേസ്ഡ് എമ്മിന്റെ വാല്യൂ ഇ ആയതുകൊണ്ട് എയുടെ ഓർഡർ ആണ് m ആയതുകൊണ്ട് എ റേസ്ഡ് m ഐഡന്റിറ്റി ആയതുകൊണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഓയിലേഴ്സ് തിയറം ആണ്. ഓയിലേഴ്സ് തിയറം ഓൾറെഡി നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അതിന്റെ പ്രൂഫ് നിങ്ങൾ നമ്പർ തിയറിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ആൾജിബ്രൈക് പ്രൂഫ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓയിലേഴ്സ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എ റേസ്ഡ് ഫൈ ഓഫ് എൻ കോൺഗ്രുവൻ ടു 1 mod n എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ജി എന്ന് പറയുന്നത് ഇസഡ് എൻ സ്റ്റാർ ആയിട്ട് എടുക്കുന്നു. നമുക്കറിയാം ഇസഡ് എൻ സ്റ്റാറിനകത്ത് ഫൈ ഓഫ് എൻ എലമെന്റ്സ് ഉള്ളത്. അത് യൂണിറ്റ്സ് മോഡുലോ എന്നില് അതൊരു ഗ്രൂപ്പ് ആണെന്നുള്ളത് അറിയാം. അതിനകത്ത് ഫൈ ഓഫ് എൻ എലമെന്റ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ തിയറം പ്രകാരം ഏത് എലമെന്റ് ഇതിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളവരാണ്. അപ്പൊ ഇതിൽ ഏത് എ എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പോ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ കൊറോളറി പ്രകാരം നോക്കിക്കേ, ഗ്രൂപ്പിന്റെ ഓർഡർ n ആണെങ്കിൽ ആ ഗ്രൂപ്പിൽ ഏത് എലമെന്റ് എ എടുത്തു കഴിഞ്ഞാലും എ റേസ്ഡ് n ഈക്വൽ ടു ഇ ആണ്. അപ്പൊ അതേപോലെ ഇവിടെ എ എന്നുള്ളത് ഇസഡ് എൻ സ്റ്റാറിലെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കോൺഫ്ലുവൻസ് ക്ലാസ് എ ആയിരിക്കും. അത് റേസ്ഡ് ഗ്രൂപ്പിന്റെ ഓർഡർ ഫൈ ഓഫ് എൻ. റേസ്ഡ് ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് അവിടുത്തെ ഐഡന്റിറ്റി ആയിരിക്കും. ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, ഇസഡ് എൻ സ്റ്റാർ മൾട്ടിപ്ലിക്കേഷനിലായതുകൊണ്ട്. അപ്പോൾ എ റേസ്ഡ് ഫൈ ഓഫ് എന്നിന്റെ എ എന്ന് പറയുന്നത് കോൺഫ്ലുവൻസ് ക്ലാസ്, റേസ്ഡ് ഫൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള കോൺഫ്ലുവൻസ് ക്ലാസ് ആണെന്ന് കിട്ടും. അപ്പോൾ ഈ 2 കോൺഫ്ലുവൻസ് ക്ലാസ്സുകൾ എപ്പോഴാണ് ഈക്വൽ ആവുക? ഇഫ് ദേ ആർ മോഡുലോ n, അതായത് എ റേസ്ഡ് ഫൈ ഓഫ് എൻ കോൺഗ്രുവൻ ടു 1 mod n. അപ്പോൾ ഇവിടെ നമ്പർ തിയറിനേക്കാളും കുറച്ചുകൂടി സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രൂഫാണ് ഉള്ളത്. ആൻഡ് ഈ കൊറോളറി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറേ അങ്ങോട്ടേക്കുള്ള തിയറംസിലും പ്രോബ്ലംസിലും എല്ലാം യൂസ് ചെയ്യും. എക്സാമിനും എപ്പോഴും ചോദിക്കാറുണ്ട്. എനി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഇസ് സൈക്ലിക്.
ഇതും നമ്മളുടെ ലഗ്രാഞ്ചസ് തിയറത്തിന്റെ കൊറോളറിയാണ്. Let G be a group of order P where P is a prime number. Let A be any element of G different from E. Then order of A generated എന്ന് പറയുന്നത് എന്തായിരിക്കും? പിയുടെ ഡിവൈസർ ആയിരിക്കും. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പറിന് ഡിവൈസർ ആയിട്ട് 1ഉം പിയും മാത്രമേ ഉള്ളൂ. പക്ഷേ എ എന്ന് പറയുന്നത് ഐഡന്റിറ്റി അല്ല. അപ്പോൾ ഏത് എലമെന്റ് ജനറേറ്റർ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഐഡന്റിറ്റി വരുമല്ലോ. ഐഡന്റിറ്റിയും ഉണ്ട്, എയും ഉണ്ട് ഈ സബ് ഗ്രൂപ്പിനകത്ത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഒരു എലമെന്റ് അല്ല ഉള്ളത്, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ എ ജനറേറ്ററിന്റെ ഓർഡർ 1 അല്ല. അപ്പോൾ പിന്നെ അത് ഏതായി പറ്റൂ? പി ആയേ പറ്റൂ, കാരണം ഇതിന്റെ ഡിവൈസർ ആവണം എന്നുള്ളത് കൊണ്ട്. സോ എ ജനറേറ്ററിന്റെ ഓർഡർ പി ആണ്. ഓൾറെഡി ജിന്റെ ഓർഡർ പി ആണ്. അപ്പോൾ എ ജനറേറ്റർ എന്ന് പറയുന്നത് ജിക്ക് ഈക്വൽ ആയിരിക്കും. കാരണം ജിക്ക് അകത്ത് 5 എലമെന്റ് ഉള്ളതെങ്കിൽ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല എ ജനറേറ്ററിനകത്തും 5 എലമെന്റ് ഉള്ളതെന്ന്. അപ്പോൾ അത് അതിന്റെ സബ് ഗ്രൂപ്പാണ്. അപ്പോൾ അത് ഫുൾ ഗ്രൂപ്പിന് ഈക്വൽ ആയല്ലേ പറ്റും. അതുകൊണ്ട് എ ജനറേറ്റഡ് ഈക്വൽ ടു ജി ആയിരിക്കും. ദസ് ജി ഈസ് സൈക്ലിക്. അപ്പോൾ അത്രയാണ് ആ സെക്ഷനിലുള്ളത്. ഇനി അടുത്ത സെക്ഷന്റെ ഞാനിവിടെ നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റിംഗ് എക്സാമ്പിൾസ് എന്നുള്ളതാണ് നെക്സ്റ്റ് സെക്ഷൻ. അപ്പോൾ കൺസ്ട്രക്റ്റിംഗ് എക്സാമ്പിൾസിൽ ആദ്യത്തെ സെക്ഷനിൽ പറയുന്നത് ഈ 6 ഓർഡർ വരെയുള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, അതിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ 1 എലമെന്റ് മാത്രമുള്ള ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതായത് ഓർഡർ 1 ആയിട്ടുള്ള ഗ്രൂപ്പ്. അപ്പോൾ ഏത് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ഐഡന്റിറ്റി എലമെന്റ് അതിൽ വരണമല്ലോ. അപ്പോൾ ഐഡന്റിറ്റി എലമെന്റ് തീർച്ചയായും അതിനകത്ത് ഉണ്ടാവും. ജിയുടെ ഓർഡർ 1 ആയതുകൊണ്ട് പിന്നെ വേറൊരു എലമെന്റ് അതിനകത്ത് വരില്ല. അപ്പോൾ ജി ഈക്വൽ ടു സിംഗിൾട്ടൺ ഇ. ഇതായിരിക്കും ഏത് 1 എലമെന്റ് ഓർഡറിലുള്ള ഗ്രൂപ്പിന്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി 2 എലമെന്റ് ഓർഡറിലുള്ള 2 എലമെന്റ്സ് വരുന്ന ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 2 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ പറഞ്ഞ ലഗ്രാഞ്ചസ് തിയറത്തിന്റെ കൊറോളറി പ്രകാരം പ്രൈം നമ്പർ ഓർഡറിലുള്ള ഗ്രൂപ്പുകളൊക്കെ സൈക്ലിക് ആയിരിക്കും. അപ്പോൾ ഈ 2 ഓർഡറിലുള്ള ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് സൈക്ലിക് ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്നത് ഇതിന്റെ ജനറേറ്റർ ആണെന്നിരിക്കട്ടെ. ഓൾറെഡി ഗ്രൂപ്പ് ആവാൻ എന്ത് വേണം? ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവണം. കൂടാതെ അതിന്റെ ജനറേറ്റർ എയും ഉണ്ടാവും. അപ്പോൾ ആ സെറ്റിനകത്ത് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇയും എയും മാത്രം. കാരണം ഗ്രൂപ്പിന്റെ ഓർഡർ 2 അല്ലേ. അപ്പോൾ അതിൽ കൂടുതൽ എലമെന്റ്സ് അതിന് വരാൻ കഴിയില്ല. അപ്പോൾ അതിന്റെ ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരിക്കും. ഈ ഐഡന്റിറ്റി ആയതുകൊണ്ട് ഇ എ ഇത് രണ്ടും ഫിക്സഡ് ആണ്. പിന്നെ ഇവിടെ ഈ റോയിലും ഈ കോളത്തിലും എ വന്നതുകൊണ്ട് പിന്നെ ഇവിടെ എ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇ വന്നേ പറ്റും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരേ ഒരു ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ. അത് സൈക്ലിക് ഗ്രൂപ്പാണ്. അതിന്റെ സ്ട്രക്ചർ ഇതാണ്. അതേ കേസ് തന്നെയാണ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3യും. 3 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആയതുകൊണ്ട് 3 എലമെന്റ് ഉള്ള ഒരേ ഒരു ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ. അത് സൈക്ലിക് ഗ്രൂപ്പാണ്. നമ്മൾ അതിന്റെ ജനറേറ്റർ എ എന്ന് എടുക്കുവാണെങ്കിൽ അതിലത്തെ എലമെന്റ്സിനെ നമുക്ക് എ സ്ക്വയർ എന്ന് എഴുതാം. എ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഐഡന്റിറ്റി ആയിരിക്കും. അതിന്റെ ഗ്രൂപ്പ് സ്ട്രക്ചർ ഇതിങ്ങനെ ഒരു സൈക്ലിക് വേയിൽ വരുന്ന രൂപത്തിലേ ഉണ്ടാവുള്ളൂ. എ സ്ക്വയർ, പിന്നെ എയിൽ തുടങ്ങി കഴിഞ്ഞാൽ എ സ്ക്വയർ ഇ, പിന്നെ എ സ്ക്വയർ എ. ഇനി 4 ഓർഡറിലുള്ള പറയുകയാണെങ്കിൽ 4 പ്രൈം നമ്പർ അല്ല. നമുക്ക് ഓൾറെഡി നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എക്സാമ്പിൾസിൽ വെച്ച് തന്നെ നമുക്ക് 2 ഗ്രൂപ്പ് സ്ട്രക്ചറുകൾ 4 ഓർഡറിലുള്ളത് അറിയാം. ഒന്ന് Z4 സൈക്ലിക് ഗ്രൂപ്പ്, ഒന്ന് Z8 സ്റ്റാർ. അത് സൈക്ലിക് അല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. ഇനി നമ്മൾ കുറേ തിയറംസ് ഗ്രൂപ്പിന്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള റിസൾട്ടാണ് AX ഈക്വൽ ടു ബി എക്സ് ഈക്വൽ ടു ബി. ഈ രണ്ട് ഇക്വേഷൻസും യൂണിക് സൊല്യൂഷൻസ് ആയിരിക്കും ഫോർ എനി എ കോമ ബി എലമെന്റ് ഓഫ് ജി. ജി ഗ്രൂപ്പ് ആവണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളും കൂടി അനലൈസ് ചെയ്യുമ്പോൾ 2 സ്ട്രക്ചറിലുള്ള ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ 4 എലമെന്റ് ഉള്ളത്. ഒന്ന് സൈക്ലിക് സ്ട്രക്ചർ, ഒന്ന് സൈക്ലിക് അല്ലാത്ത ഈ ഒരു സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവണം. നമ്മൾ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പം ക്ലൈൻഫോർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ട്രക്ചറിലുള്ളൊരു ഗ്രൂപ്പ് പഠിക്കും. ഇനി 5 ഓർഡറിലുള്ള നോക്കുകയാണെങ്കിൽ 5 അഗൈൻ പ്രൈം നമ്പർ ആയതുകൊണ്ട് സൈക്ലിക് ഓർഡറിലുള്ള സൈക്ലിക് ആയിരിക്കും. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോട്ടിലേക്ക് എഴുതണം. ഇനി ഓർഡർ 6ലുള്ളത് നോക്കുകയാണെങ്കിൽ 6 പ്രൈം നമ്പർ അല്ല. അപ്പോൾ അതുകൊണ്ട് 6 ഓർഡറിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന 2 സ്ട്രക്ചറുകൾ ഉണ്ട്. ഒന്ന് Z6 എന്ന് പറയുന്ന സൈക്ലിക് ഗ്രൂപ്പിന്റെ സ്ട്രക്ചറും ഒന്ന് S3 എന്ന് പറയുന്ന നോൺ അബിലിയൻ ഗ്രൂപ്പിന്റെ സ്ട്രക്ചറും. അപ്പോൾ അതിന്റെ ജനറൽ ഫോർമാറ്റിൽ എഴുതുന്നത് സൈക്ലിക് ഗ്രൂപ്പിന്റെ സ്ട്രക്ചറിൽ എഴുതുന്നത് ഈ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എ ജനറേറ്റർ ആണെങ്കിൽ അതിലത്തെ എലമെന്റ്സിന് ഈ രൂപത്തിൽ എഴുതിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി S3യുടെ സ്ട്രക്ചർ, ജനറൽ സ്ട്രക്ചർ നമ്മൾ ഈ രൂപത്തിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. S3യിലെ എലമെന്റ്സിന് നമ്മൾ
സ്ക്വയർ ബി എ ബി എ സ്ക്വയർ ബി ഈ രൂപത്തിൽ ഡിനോട്ട് ചെയ്യുന്നു. അവിടെ എ ക്യൂബ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആയിരിക്കും. എ എന്ന് പറയുന്നത് 1 2 3 എന്ന് പറയുന്ന ആ സൈക്കിളായിട്ട് എടുക്കുന്നത്. ബി എന്ന് പറയുന്നത് നമ്മുടെ 1 2 എന്നുള്ള എലമെന്റ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലത്തെ ബാക്കിയുള്ള എലമെന്റ്സ് ആണ് വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. And it satisfies the equation a cube equal to e, b square equal to e, ba equal to a square b. Then അതിന്റെ ഗ്രൂപ്പ് സ്ട്രക്ചർ ആണ് എഴുതിയിട്ടുള്ളത്, ഗ്രൂപ്പ് ടേബിൾ. ഇത് നമ്മൾ കാണാതെ അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി ഇതിന്റെ ബാക്കി ഞാൻ ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റിംഗ് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന ഗ്രൂപ്പുകൾ വെച്ചിട്ട് പുതിയ ഗ്രൂപ്പുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ആദ്യത്തെ ഒരു മെത്തേഡ് പറയുന്നത് പ്രോഡക്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം രണ്ട് സെറ്റുകളുടെ ജി എന്നുള്ളൊരു ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, അതിന്റെ രണ്ട് സബ്സെറ്റുകൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രോഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. എസും ടിയും ജി എന്നുള്ള ഗ്രൂപ്പിന്റെ സബ്സെറ്റുകളാണെങ്കിൽ എസ് ടി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ജി സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എസ് ടി ഫോർ സം എസ് എലമെന്റ് ഓഫ് എസ് ടി എലമെന്റ് ഓഫ് ടി. അപ്പോൾ ഇതിലത്തെ എല്ലാ എലമെന്റ്സിനും ഇതിലത്തെ എല്ലാ എലമെന്റ്സ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എല്ലാ പോസിബിൾ പ്രോഡക്റ്റുകളും എഴുതുക. അതാണ് എസ് ടി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എച്ചും കെയും ജിയുടെ രണ്ട് സബ് ഗ്രൂപ്പുകളാണ് ആൻഡ് എച്ച് ഇൻവേഴ്സ് കെ എച്ച് എലമെന്റ് ഓഫ് കെ എന്നുള്ള കണ്ടീഷൻ ഫോർ ഓൾ എച്ച് എലമെന്റ് ഓഫ് എച്ച് കെ എലമെന്റ് ഓഫ് കെ, ഈ എക്സ്ട്രാ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്താൽ കിട്ടുന്ന എച്ച് കെ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അഗൈൻ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണെന്നാണ് ഈ പ്രൊപ്പോസിഷനിൽ പ്രൂവ് ചെയ്യുന്നത്. അതിനു മുൻപ് നിങ്ങളൊരു നോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം എഴുതണം. എച്ചും കെയും എന്താണ് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ് എങ്കിൽ നമ്മൾ അഡിറ്റീവ് നൊട്ടേഷനിൽ എച്ച് കെന് എച്ച് പ്ലസ് കെ എന്ന് എഴുതാം. എന്നിട്ട് അതിനെ സം എന്നാണ് നമ്മൾ വിളിക്കുക. ഇങ്ങനെ മൾട്ടിപ്ലിക്കേറ്റീവ് നൊട്ടേഷനിൽ എച്ച് ഇൻറ്റു കെ എന്ന് തന്നെ എഴുതും, അതിന് പ്രോഡക്റ്റ് എന്ന് വിളിക്കും. ഇനി നമുക്ക് ഈ പറഞ്ഞ തിയറത്തിന്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ എച്ചും കെയും ജിയുടെ രണ്ട് സബ് ഗ്രൂപ്പുകളാണ്. ഇത് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എച്ച് ഇൻവേഴ്സ് കെ എച്ച് എലമെന്റ് ഓഫ് കെ ഫോർ ഓൾ എച്ച് എലമെന്റ് ഓഫ് എച്ച് ആൻഡ് കെ എലമെന്റ് ഓഫ് കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എച്ച് കെ സബ് ഗ്രൂപ്പ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എച്ച് കെ സബ് ഗ്രൂപ്പ് ആവാൻ അത് ക്ലോഷർ അണ്ടർ പ്രോഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം, ഐഡന്റിറ്റി ഉണ്ടാവണം, ഓരോരുത്തർക്കും ഇൻവേഴ്സ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ എച്ച് കെയിലെ രണ്ട് എലമെന്റുകൾ എടുക്കുന്നു, G1 G2 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എച്ച് കെയിലെ എലമെന്റ്സ് ഒക്കെ H1 K1 ഫോമിലായിരിക്കും. അതായത് എച്ചിലെ ഒരു എലമെന്റ് ഇൻറ്റു കെയിലെ ഒരു എലമെന്റ്. അപ്പോൾ H1 K1 എന്ന് എടുത്തു, G2B H2 K2. ഇനി ഇത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ഉണ്ടാവുക H1 K1 H2 K2. പക്ഷെ നമുക്ക് എച്ചിലെ എലമെന്റ് ഇൻറ്റു കെയിലെ എലമെന്റ് എന്നുള്ള രൂപത്തിൽ എഴുതിയാൽ അത് അഗൈൻ എച്ച് കെയിൽ ഉണ്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ K1 H2നെ മാറ്റി എഴുതാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ K1 H2നെ മാറ്റി എഴുതാനായിട്ട് വി കൺസിഡർ ദ എലമെന്റ് H2 ഇൻവേഴ്സ് K1 H2. അപ്പോൾ അത് ഈ ടൈപ്പിൽ പറഞ്ഞ എലമെന്റ് ആണ്. എച്ചിലെ ഒരു എലമെന്റിന്റെ ഇൻവേഴ്സ് കെയിലെ എലമെന്റ് ഇൻറ്റു എച്ചിലെ എലമെന്റ് എന്നുള്ള രൂപത്തിലാണ് ഈ എലമെന്റ് ഉള്ളത്. അതുകൊണ്ട് അത് കെയിലുണ്ടാവും. കെയിലുണ്ടെങ്കിൽ നമുക്കതിനെ സം K3 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ മുഴുവനായും H2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ K1 H2 ഈക്വൽ ടു H2 K3 എന്ന് കിട്ടി. അപ്പം നമ്മളിനി ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നു, G1 G2 കാൽക്കുലേറ്റ് ചെയ്യുമ്പം H1 K1 H2 K2 ആണ് ഉണ്ടാവുക. അതിൽ നമ്മൾ H1 K1 H2 K2 എന്ന് എഴുതിയതിനെ അസോസിയേറ്റിവിറ്റി വെച്ചിട്ട്, എന്നിട്ട് K1 H2നെ ഈ റിസൾട്ട് വെച്ചിട്ട് H2 K3 എന്ന് എഴുതി. ദെൻ ഇതിനെ നമുക്ക് വീണ്ടും അസോസിയേറ്റിവിറ്റി വെച്ചിട്ട് H1 H2 ഇൻറ്റു K3 K2 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇപ്പോൾ എച്ചിലെ ഒരു എലമെന്റ് ഇൻറ്റു കെയിലെ എലമെന്റ് എന്നുള്ള രൂപത്തിലായി. സോ ദിസ് പ്രോഡക്റ്റ് G1 G2 അഗെയിൻ എലമെന്റ് ഓഫ് എച്ച് കെ. ഇനി നമുക്ക് ഐഡന്റിറ്റി ഉണ്ടെന്നും ഓരോരുത്തർക്കും ഇൻവേഴ്സ് ഉണ്ടെന്നും പ്രൂവ് ചെയ്യുന്നുണ്ട്. എച്ചും കെയും സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ രണ്ട് സെറ്റിലും ഉണ്ട്. അപ്പോൾ ഇ ഈക്വൽ ടു ഇ ഇൻറ്റു ഇ, ഇതിപ്പോൾ എച്ചിലെ എലമെന്റ് ഇൻറ്റു കെയിലെ എലമെന്റ്, സോ എച്ച് കെയിൽ ഉണ്ടാവും. ഇനി നമ്മൾ ജി എന്നുള്ള ഒരു എലമെന്റ് എച്ച് കെ എച്ച് ഇൻറ്റു കെയിൽ എടുക്കുന്നു, എന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് ഇവിടെ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ജി ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ കെ ഇൻവേഴ്സ് ഇൻറ്റു എച്ച് ഇൻവേഴ്സ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനെ ഒരു എച്ച് ഇൻവേഴ്സ് എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എച്ച് ഇൻവേഴ്സ് എച്ച് ഐഡന്റിറ്റി ആണല്ലോ, അപ്പോൾ അതിന് മാറ്റം ഉണ്ടാവില്ല. എച്ച് ഇൻവേഴ്സ് എച്ച് ഇൻറ്റു കെ ഇൻവേഴ്സ് എച്ച് ഇൻവേഴ്സ് ഇനി ഗ്രൂപ്പ് ചെയ്യുന്നു. എച്ച് ഇൻവേഴ്സ് ഇൻറ്റു എച്ച് കെ ഇൻവേഴ്സ് എച്ച് ഇൻവേഴ്സ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞ ഒരു എലമെന്റിന്റെ രൂപത്തിലായി. അതായത് എച്ചിനെ നമ്മൾ എച്ച് ഇൻവേഴ്സ് ഇൻവേഴ്സ് എന്ന് എഴുതി, എച്ചിലെ ഒരു എലമെന്റിന്റെ ഇൻവേഴ്സ് കെയിലെ എലമെന്റ് ദെൻ എച്ചിലെ എലമെന്റ് എന്നുള്ള രൂപത്തിലായി. അപ്പോൾ ഈ എലമെന്റ് കെയിൽ ഉണ്ടാവും ബൈ അവർ അസംഷൻ.
അപ്പോൾ ഇത് എച്ചിലെ എലമെൻറ്റ് ഇൻറ്റു കെയിലെ എലമെൻറ്റ്, സോ ഇറ്റ് ഈസ് ഇൻ എച്ച് കെ. അപ്പോൾ എച്ച് കെയിൽ ഒരു എലമെൻറ്റ് എടുത്തപ്പോൾ അതിൻ്റെ ഇൻവേഴ്സും എച്ച് കെയിലുണ്ടെന്ന് കിട്ടി. സോ എച്ച് കെ എന്ന് പറയുന്നത്